നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്സിലേറ്റർ എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഈ ഇവിടെ ഗ്യാപ്പ് ഇടുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഫുള്ള് ടൈറ്റ് ചെയ്ത് വെക്കണം. നോക്ക്, എന്നിട്ട് കണ്ടോട്ടോ, ഇതാ ഈ നമ്മൾ ബ്രേക്കിൻ്റെ അപ്പോൾ അപകടം കുറയും. അപ്പോൾ ചങ്ങായിമാരെ, ഇന്നേ ചെറിയൊരു ട്രിക്കായിട്ടാണ് നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്പെടും, മിക്ക ആളുകൾക്കും, പ്രത്യേകിച്ച് ലേഡീസിന്. അഥവാ നമ്മൾ ലേഡീസിന് ഈ ബൈക്ക് പഠിപ്പിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അഥവാ അവരിങ്ങനെ വണ്ടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ് പഠിക്കുന്ന സമയത്ത് കേട്ടോ, വണ്ടി ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കൂടും. എന്നിട്ട് എവിടെയെങ്കിലൊക്കെ കല്ലുമേ അല്ലെങ്കിൽ മതിലുമൊക്കെ പോയി ഇടിച്ച് മറിഞ്ഞ് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ട്രിക്ക് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടാട്ടോ, ഇല്ല പോലെ തന്നെ പറയണ്ടേ. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് എന്താ പാട്, അതേപോലെ നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ആക്കുക എന്നൊന്ന് കാണിച്ചു തരാം. അതിന് ഈ ഒരു സാധനം ഉണ്ട്. ഇതിന് എങ്ങനെയാണ് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വരി. അപ്പോഴേ പരിപാടി തുടങ്ങാം കേട്ടോ. അതിന് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 ഇഞ്ചിൻ്റെ നമ്മുടെ വാട്ടർ ഹോസുമൊക്കെ കിട്ടുന്ന ക്ലാമ്പ് ഉണ്ടല്ലോ, അതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഞെട്ടും ബോൾട്ട് ഞാൻ ഊരി മാറ്റിയിട്ട് ഒരു 4 ഇഞ്ച് ലെങ്ത്തുള്ള സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആക്സിലേറ്ററിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ടല്ലോ അവിടെ ഫിറ്റ് ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ നല്ല റേസ് ആക്കുമ്പോൾ നോക്കി ഭയങ്കര പവറേക്കാരം. ഇതിപ്പോൾ ഒരാൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ പോയി എവിടെയെങ്കിലും പോയി കുത്തി മറി, അപ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഇങ്ങനത്തെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ ഈ ഒരു ക്ലാമ്പ് 1 ഇഞ്ചിൻ്റെ ക്ലാമ്പാണ്. അത് ഇതിലിടുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ ആക്സിലേറ്റർ എത്രയാണ് ആവശ്യം വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊക്കെ മതിയാവും. ഇത് സൗണ്ട് നോക്കിക്കോട്ടെ, ഇതിന് അധികമാണ്. ഈ ഒരു ലെവലിലൊക്കെ മതിയാവും. ഈ കറക്റ്റ് അളവ് നമ്മൾ മൈൻഡിൽ വെക്കുക, മനസ്സിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു സാധനം ഇവിടെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഈ സാധനം നമ്മളിവിടെ ടൈറ്റ് ചെയ്തു. നല്ല ടൈറ്റ് ചെയ്യണ്ടോ, കാരണം ഈ ആക്സിലേറ്ററിന്മേ ഇതിൻ്റെ കവർ ഉണ്ടല്ലോ, ഈ ഒരു സാധനം ഇതിന് നല്ല ലോഡായിട്ട് നല്ല ടൈറ്റായിട്ട് സാധനം നിൽക്കണം. എന്നിട്ട് നോക്കിയാൽ ഈ ഗ്യാപ്പ് നോക്കി, ഈ ഗ്യാപ്പ് നമുക്ക് എത്രയാണോ നമുക്ക് സ്പീഡ് ആവശ്യം അല്ലെങ്കിൽ ആക്സിലേറ്റർ എത്രയാണ് ആവശ്യം വെച്ചാൽ അവിടെ ലോക്കാവും. കണ്ടോ, ഇത് മാക്സിമം ആണ്. ഇനി അങ്ങോട്ട് പോകില്ല. കാരണം മാക്സിമം ആക്സിലേറ്റർ പിടിക്കുമ്പോഴാണ് ഈ സാധനം എന്ത് ചെയ്യുക, ആകെ തല കുത്തി മറിയുക. അപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു ബ്രേക്കിൻ്റെ സംഭവത്തിൽ ലോക്കാവും. അപ്പോൾ ഓക്കെ, കണ്ടല്ലോ, ഇത് ഈ ചെറിയൊരു ഗ്യാപ്പ്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്സിലേറ്റർ എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഈ ഇവിടെ ഗ്യാപ്പ് ഇടുക. ഇനി കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആണ്, കുറച്ചും കൂടി ധൈര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗ്യാപ്പ് ഇടുക. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഫുള്ള് ടൈറ്റ് ചെയ്ത് വെക്കണം. നോക്ക്, എന്നിട്ട് കണ്ടോട്ടോ, ഇതാ ഈ നമ്മൾ ബ്രേക്കിൻ്റെ ഒരു ഹാൻഡിലുണ്ടല്ലോ അവിടെ ഒന്നിങ്ങനെ തടിയും. ആക്സിലേറ്റർ ഒരിക്കലും മുമ്പോട്ട് പോവില്ല. അപ്പോൾ അപകടം കുറയും. അപ്പോൾ നോക്കിട്ടോ, അപ്പോൾ അവനാന് ആവശ്യമുള്ള എന്ത് ചെയ്യുക, ഗ്യാപ്പ് എത്രയാണ് നിങ്ങൾക്ക് ആക്സിലേറ്റർ ആവശ്യത്തിനനുസരിച്ച് ആ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. പിന്നെ പല ആളുകളും സംശയം ഉണ്ടാവും, അപ്പോൾ ഈ കയറ്റത്തിലൊക്കെ എന്താ ചെയ്യാന്ന്. കയറ്റത്തിൽ എന്തായാലും ബൈക്ക് പഠിക്കലേ നമ്മൾ ചെയ്യൂലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്കവാറും ഇതേപോലത്തെ വല്ല ഗ്രൗണ്ടിലോ ഒക്കെ ആയിട്ടായിരിക്കും വണ്ടി പഠിക്കാൻ വേണ്ടി പോവാം. അപ്പം കയറ്റം പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പരിപാടി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഐഡിയ സൂക്ഷിച്ച് വെച്ചോ. ഉപകാരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടേന്ന് ഷെയർ ചെയ്തോ. പിന്നെ ഇത് ലേഡീസിന് മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കും പറ്റും. ചെത്തിപ്പൊളിച്ച് കിടക്കുന്ന യൂത്തന്മാരില്ലേ, ഓൽക്കും പറ്റും. പല ആളുകളും മീറ്ററിൻ്റെ മുമ്പിൽ മമ്മി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലൊക്കെ എഴുതല്ലേ. നമുക്ക് ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ഞാനത് പറയണില്ല. ഓൽക്കും പറ്റും. ആവശ്യത്തിനനുസരിച്ച് ഒരു 50, 60 അല്ലെങ്കിൽ ഒരു 80 സ്പീഡിലൊക്കെ മാക്സിമം ആക്സിലേറ്റർ ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്പീഡ് ഗവർണർ കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ.